നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞവർ, പഠനം പൂർത്തിയാക്കി ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നവരൊക്കെ. ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാളെ പിന്നിൽ നടക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പഠനത്തിൽ നിന്നും ജോലിയിൽ നിന്നുമൊക്കെ ഒരുപാട് ദൂരെയായിരിക്കും അവരുടെ ഒരു ജീവിതം. കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് മാത്രമുള്ള ഒരു ജീവിതത്തിൽ ഒതുങ്ങി കഴിയുമ്പോൾ പലപ്പോഴും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ മറ്റൊരാളോട് ചോദിച്ച് നേടിയെടുക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടും മാനസികമായിട്ടൊരു പ്രയാസമൊക്കെ നേരിടും. ഒരുപക്ഷെ കുട്ടികൾ തന്നെ ചോദിക്കും, അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെ ഒരു ആവശ്യം നേടിത്തരാൻ അമ്മയുടെ കയ്യിൽ കാശില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷമം തോന്നും. പിന്നീട് കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ, അവരൊക്കെ ഇങ്ങനെ വളരെ മിടുക്കരായിട്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നിരാശപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതല്ല, ഇനി ജോലിക്കായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെയും അവർ ഒരുപാട് പരാതികളൊക്കെ കേൾക്കേണ്ടി വരും. കുട്ടികളെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വീട്ടിലെ ചില കാര്യങ്ങളെങ്കിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരു കൂട്ടരെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. പാതി വഴിയിൽ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നവർ, അല്ലെങ്കിൽ പാതി വഴിയിൽ ജോലി ഉപേക്ഷിച്ച് വന്നവർ. ജീവിതത്തിന് എപ്പോഴും ഒരു ഫ്രഷ് സ്റ്റാർട്ട് എവിടെയെങ്കിലുമൊക്കെ വീണ്ടും ഉണ്ടാവും. എല്ലാം കൃത്യമായി ചെയ്തിട്ട് നമുക്ക് തുടങ്ങാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമുക്ക് ഒരിക്കലും തുടങ്ങാൻ കഴിയാത്ത രീതിയിൽ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായിട്ട് വരും. ഇപ്പോൾ വിദ്യാഭ്യാസം തുടരണമെങ്കിൽ തന്നെ പ്രായം അതിന് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ കോഴ്സുകളാണെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സുകളാണെങ്കിലും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിഷ്ടമുള്ള, നമുക്ക് ആഗ്രഹമുള്ള വിഷയങ്ങൾ പഠിക്കാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിനെ കണ്ടെത്തുക, ആ രീതിയിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള മേഖലകൾ കണ്ടെത്തി അതിലേക്ക് തുടർ വിദ്യാഭ്യാസം നടത്തുന്നത് അതിന് പ്രായം ഒരു ബാധ്യതയല്ല, അതിന് പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതിനൊക്കെ മുന്നേ ആദ്യം എത്തേണ്ടത്, നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ഒരു ആഗ്രഹം ഇനിയും നമ്മുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക എന്നുള്ളതാണ്. വിവാഹത്തിന് ശേഷം ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം പഠനം തുടരുന്നവരുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നിട്ട് തന്നെയാണ് അതിനൊക്കെ തയ്യാറാകുന്നത്. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യേണ്ടി വരും. കൂടെ കുടുംബത്തിലുള്ളവരെല്ലാം പൂർണ്ണ പിന്തുണ നൽകിയാലും മാനസികമായി ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വരും. ഇതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് വിവാഹിതരായിട്ടുള്ളവർ ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ പഠനം തുടരുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ അതിനൊന്നും സാധിച്ചിട്ടില്ലാത്തവർ വീണ്ടും ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ടായിട്ട് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതേ പ്രതിസന്ധികളൊക്കെ പല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മൾ കുടുംബത്തിലെ പല കാര്യങ്ങളിലും പങ്കെടുക്കാൻ കഴിയാത്തതായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉറക്കം നമുക്ക് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ചില എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെയൊക്കെ എൻഡിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ എപ്പോഴായാലും പഠനം തുടരാൻ, അല്ലെങ്കിൽ ജോലി വീണ്ടും തുടരാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ആഗ്രഹം എത്രത്തോളം തീവ്രമാണ് എന്ന് സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ്. എന്നെക്കൊണ്ടൊന്നിനും സാധിച്ചില്ലല്ലോ, എനിക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം ഇനി എന്ത് ചെയ്താലാണ് നമ്മളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ, നമ്മളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് സ്വയം പരിശോധിക്കുക, സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു പാഷൻ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വളരെ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ അത് ബേക്കിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ തയ്യലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓർണമെൻറ്റ് മേക്കിംഗ് ഒക്കെ പോലെ നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല വീണ്ടും നമ്മൾ തുടരുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ അതിൽ സന്തുഷ്ടരാവാം. അല്ലെങ്കിൽ നമുക്ക് അധ്യാപനം അതുപോലെയുള്ള ഏതെങ്കിലും മേഖലയിലേക്ക് പോകാനാണെങ്കിൽ അതിനി എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതൊരിക്കലും മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെക്കാട്ടിലും മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാകരുത്. അവനവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പുതിയ തുടക്കത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. പുതിയൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു പഠനത്തിലേക്കോ പാതി വഴിയിൽ എത്തിയിട്ട് വീണ്ടും കയറാനായിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹം എത്രത്തോളം തീവ്രമാണ് എന്ന് സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് വലിയൊരു ആഗ്രഹമാണ്, നമ്മളുടെ ഒരു പഠനം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജോലി ഈ ഒരു പൊസിഷനിൽ എത്തേണ്ടത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്വയം മോട്ടിവേറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കതിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും.
പക്ഷേ ഒരിക്കലും നമുക്ക് ഫാമിലിയെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. വീട്ടമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കേണ്ട ക്വാളിറ്റി ടൈം കൊടുക്കേണ്ടി വരും. മറ്റു കുടുംബാംഗങ്ങൾക്ക് കൊടുക്കേണ്ട സമയം നമ്മൾ കൊടുക്കേണ്ടി വരും. കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനിടയിൽ നമ്മളൊരു പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പഠനത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം തീർക്കാനായിട്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കതിന് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു പഠനത്തിനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് പോകുന്നതിനോ പ്രായം ഒരു മാനദണ്ഡമേ അല്ല. അപ്പോൾ അതുകൊണ്ട് അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രയത്നിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ പഠനമാണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലും ഒക്കെ ഏറ്റവും നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അവനവൻ്റെ ആവശ്യമെന്ന രീതിയിൽ മുന്നോട്ട് വരാൻ തയ്യാറാവുക. ഈ ലോകത്ത് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പഠിക്കുന്നതിനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ അതിനെ കണ്ടെത്താൻ തയ്യാറാവുക. അങ്ങനെ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട്, നമ്മളെക്കുറിച്ച് തന്നെ സ്വയം ഒരു അഭിമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിനെ, നമ്മുടെ കുട്ടികളെയൊക്കെ ആ ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ സ്വയം അഭിമാനിക്കുന്ന സ്ത്രീകളാവുക, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാവുന്ന സ്ത്രീകളാവുക, കൂടുതൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.